മോഹിച്ചത് വെറുതെ, കാത്തിരുന്നത് വെറുതെ, നേർച്ചകൾ നേർന്നത് വെറുതെ അല്ലേ? ആ നെഞ്ചത്തെ കൈവച്ച് പറയാമോ ഒക്കെ വെറുതെ ആയിരുന്നത്? പിന്നെ എന്തിന്? എന്നോട് പറഞ്ഞില്ലേ എല്ലാം മറന്ന് എല്ലാം പുറത്ത് വിട്ടുതരൂ മീനാക്ഷിയെന്ന്? ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുക, തനിക്ക് പറ്റുമോ? പറ്റുമോ മീനാക്ഷി മറക്കാൻ? പിന്നെ എന്തൊരു ഗിരി, എന്ത് പുണ്യത്തിന് വേണ്ടിയിട്ട് ഈ തീരുമാനം? ഇന്നൊരു ശാപ ഞാൻ അവക്ക്. ഇനി ഈ ശാപ അവക്ക് വേണ്ട. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ ഞാൻ പറയാം. മീനാക്ഷി ഇങ്ങോട്ട് വിളിപ്പിക്കേ. ഒരുപാട് സ്നേഹം തന്നില്ല എനിക്ക്, മതി ഇനി. ആ തോക്കെപ്പോഴും കയ്യില്. കൊന്നോടെ തനിക്കെന്നെ. ഇല്ലെങ്കിൽ ഈ തലയണോണ്ട് മെല്ലെ മുഖത്തേക്കൊന്ന് അമർത്തിയാ മതി. എല്ലാ എളുപ്പം കഴിയും. പ്ലീസ് പ്ലീസ് ഗിരി. മതി. കൊല്ലണമെന്ന് ആഗ്രഹിച്ചതാ. വരുന്ന വഴിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി ചത്തുപോണെന്ന് പ്രാർത്ഥിച്ചതാ. കൺമുമ്പിൽ ഇങ്ങനെ കൊണ്ട് കിടത്തി ദൈവം എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു. കൊല്ലാം, എല്ലാം അവസാനിപ്പിക്കാം. എന്നിട്ട് ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടി മീനാക്ഷിയും കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം. ഭ്രാന്ത് പറയാ നീ? ഒറ്റപ്പാലത്ത് ആരാ ഉള്ളത്? വയസ്സായ വല്യമ്മയോ? അഖിലിനെ കൊണ്ടുപോയി നീ എന്ത് ചെയ്യൂ അവിടെ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇനി വയ്യ. ഒന്നും ഓർക്കാതെ കുറച്ചു കാലത്തേക്ക് പവിയേട്ടനെയും ഉമേച്ചിയും കുമ്മാട്ടിയും പോലും ഓർക്കാതെ ഞാൻ പൊയ്ക്കോട്ടെ പവിയേട്ട. ഐ ആം സോറി മീനാക്ഷി, ഞാനൊരു പട്ടാളക്കാരനാണ്, പരുക്കൻ. അതുകൊണ്ട് ലൈഫിന്റെ റിയാലിറ്റി മാത്രമേ എനിക്ക് മനസ്സിലാവൂ. ജീവിതം കുറച്ചു കാലം കൊണ്ട് തീരുന്നില്ല. എനിക്ക് വിധിച്ച ജീവിതം ഞാൻ ജീവിച്ചല്ലേ മതിയാവൂ. എന്നെ തടയരുത് പവിയേട്ട. ഇത് താൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന വിധിയാണ്. ഒന്നുകൂടെ ആലോചിച്ചു നോക്ക്. ഇപ്പൊ തോന്നുന്ന ഈ സെന്റിമെന്റ്സിനൊക്കെ അപ്പുറം എല്ലാ മോഹങ്ങളുമുള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ് താൻ. ആൻഡ് യു ആർ യങ് ആൾസോ. അഖിലിന് വേണ്ടി മീനാക്ഷിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ പണം കൊടുത്താ ഒരു നഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ആയ ചെയ്യും. ഒക്കെ എനിക്കറിയാം. കുറച്ചു കാലം കഴിയുമ്പോ ചിലപ്പോ എനിക്ക് മടുത്തെന്ന് വരും. ചിലപ്പോ അന്ന് ഞാൻ അഖിലിനെ വെറുത്തെന്ന് വരും. പക്ഷെ ഇപ്പൊ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് പോണം പവിയേട്ട. പവിയേട്ടൻ അന്ന് പറഞ്ഞില്ലേ, നമ്മൾ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ ദൈവം തീരുമാനിക്കുന്ന പോലെ നമുക്ക് ജീവിക്കേണ്ടി വരുമെന്ന്. ഇപ്പൊ ഞാൻ സ്വയം തീരുമാനിക്കുകയാണ്. എനിക്ക് പോണം, അഖിലിനെ കൊണ്ടുപോണം. നാളെ രാവിലെ 10:30 ഒറ്റപ്പാലത്ത്. രാജമന്ത്രിയിൽ നിന്ന് ജോസ് കയറും. ജോലാർപേട്ട വരാൻ കാണും എന്ത് സഹായത്തിനും. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കിടത്തണം. പെയിൻ വരുമ്പോ കഴിക്കാനുള്ള ഗുളിക അഖിലിന്റെ പെട്ടി തന്നെയുണ്ട്, ഒരു കവറില്. ട്രെയിനിന്ന് ഓൺ ടൈമാ. മീനാക്ഷി പ്ലീസ്, അവനെ സങ്കടപ്പെടുത്തിയിട്ട് കൊണ്ടുപോകരുതെന്നെ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കേക്ക്. എന്നെ ഒരുപാട് മോഹിച്ചതവൻ. മുഹൂർത്തം നിശ്ചയിച്ച് അവന്റെ അമ്മ കാത്തിരിക്കാൻ നിങ്ങളെ. నోట్ చేసుకోండి. 322 డౌన్, 943 22. అవును. Let me flag off today, sir. Okay. Thank you. കുട്ടിക്കാലം മുതലേ ഞാൻ അവളെ വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ, സങ്കടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇനി എനിക്കിത് വയ്യ.
എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല. മീനാക്ഷി, പ്ലീസ്, ജീവിതകാലം മുഴുവൻ നിനക്കിട്ടാവോ സന്തോഷം? പാവം എനിക്കിട്ടാവോ സന്തോഷം? എല്ലാരും ഒരുമിച്ച് നിരകാതിരിക്കുന്നത് അതിലും ഭേദം ഞാനല്ലാണ്ടാവുന്നല്ലേ? പ്ലീസ്, ആരെങ്കിലും എറ്റൊന്ന് കൊല്ലേ. കിൽമി, എല്ലാം തീർന്നു കിട്ടും. കിൽമി, പ്ലീസ്. നിധിയോട് പറഞ്ഞിട്ട് എനിക്കും വയ്യ. കിൽമി, I can't even kill myself. ഫസ്റ്റ് ക്ലാസ് കുറച്ച് മുമ്പിലാ. കിൽമി, മീനാക്ഷി, വരരുത്. ഞാനാ പറയുന്നത്. പ്ലീസ്. മീനാക്ഷി, ട്രെയിനിപ്പോ പോവും. ഗിരിയെ വിഷമിപ്പിച്ച് എന്റെ കൂടെ വരരുത്. ഇറങ്ങ. പ്ലീസ്, come on. ഞാൻ പറയുന്നേക്ക്. ഇറങ്ങി താഴെ. മീനാക്ഷി, വേഗം ഇറങ്ങാൻ. ഇറങ്ങി മീനാക്ഷി. ട്രെയിൻ പോവാ. ഇറങ്ങാൻ. ട്രെയിൻ പോവാ. Come on, get out. Get out, please. Get out. ഇറങ്ങാൻ. ഇറങ്ങാൻ. Get out.